ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വക അനിയത്തിയുടെ സ്പെഷ്യൽ അച്ചാറാണ്. അതായത് ഇരുമ്പാമ്പുളി ഉപ്പിലിട്ട് വെച്ചത് അരിഞ്ഞ് വൃത്തിയാക്കി എങ്ങനെ അച്ചാറുണ്ടാക്കാം എന്ന് നോക്കാം. ഇരുമ്പാമ്പുളി 1-2 ദിവസം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം നന്നായി പൊടിയായി അരിഞ്ഞെടുക്കുക. ഒപ്പം കുറച്ച് ഇഞ്ചിയും കൂടെ നല്ല കൊത്തി അരിഞ്ഞ് വയ്ക്കുക. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ മാറ്റി വയ്ക്കുക. അത്രയും വേണ്ട കേട്ടോ. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ വിറകടുപ്പിലാണ്. ഇത് പുകയടുപ്പാണ്. പിന്നെ ഇപ്പോൾ നല്ല ഇരുട്ടായിട്ടായിരിക്കും വ്യൂ കാണുന്നത്. നമ്മുടെ ലൈറ്റ് മാൻ വരാനിരിക്കുന്നു, ആളെത്തിയിട്ടുണ്ട്. നമുക്ക് സസ്പെൻസായി വയ്ക്കാം, ആരാണ് ലൈറ്റ് മാൻ. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇടുന്നതിന് മുമ്പ് കുറച്ച് ഉലുവ കൂടെ ചേർക്കുക. അച്ചാറിന് നമ്മൾ എപ്പോഴും ഉലുവ ഉപയോഗിക്കും. ഉലുവ ഇട്ട് ഒന്ന് ചൂടായ ശേഷം 2-3 വറമുളകും 1 തണ്ട് കറിവേപ്പിലയും വാരി വിതറുക. അത് കഴിഞ്ഞ് നമുക്ക് കൊത്തി നുറുക്കി അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. പടപട പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ എന്ത് രസമാണ്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത്, അച്ചാറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ 2-2.5 സ്പൂണ് മുളക് പൊടി അനിയത്തി ഇവിടെ വാരി വിതറുന്നുണ്ട്. ശേഷം നന്നായി ഇളക്കി നല്ല മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഒരു പിടി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അതായത് കല്ലുപ്പാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ പൊടിയുപ്പാണെങ്കിൽ 1 സ്പൂൺ ഉപ്പ്. ശേഷം നമ്മുടെ ഇരുമ്പാമ്പുളി അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. അവസാനമായി കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഓൾമോസ്റ്റ് റെഡിയാവാറുള്ളൊരു സ്റ്റേജിലായി. ബിഹൈൻഡ് ദ സീൻ നമ്മുടെ ലൈറ്റ് മാൻ സച്ചു അച്ചാറിൽ ഉപ്പും മതിയോ നോക്കുന്ന അനിയത്തി. ആകത്തിന് ഉപ്പ് പോരാ, അതുകൊണ്ട് കുറച്ചും കൂടെ കല്ലുപ്പ് ആഡ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 1 മാസമോ 1.5 മാസമോ ഒക്കെ വരെ എടുത്തു വയ്ക്കാം. ചോറിൻ്റെ കൂടെ അല്പം സേവിക്കാം. നല്ല രുചിയോടുകൂടിയ ഇരുമ്പാമ്പുളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.